ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി ബോർഡ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കുറേയധികം നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. ഏവരും പ്രതീക്ഷിച്ചിരുന്ന, എസ്പെഷ്യലി ഡിഗ്രി ക്വാളിഫിക്കേഷനിലുള്ളവർ പ്രതീക്ഷിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റും അതുപോലെ തന്നെ 10th ക്വാളിഫിക്കേഷൻ്റെ ബേസിസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനെയും കുറിച്ച് പറയാനാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസും ഇന്നത്തേൽ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ പറഞ്ഞ രണ്ട് കാറ്റഗറീസ്, അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും ഏകദേശം എക്സാം എന്നാണ് എന്നുള്ളതും കൂടി നമ്മളിന്ന് നോക്കും. അതും വന്നിട്ടുണ്ട് കേരള പി എസ് സിയുടെ സൈറ്റിൽ. അപ്പോൾ സിലബസും ഡേറ്റും പറയുന്നതിന് മുൻപ് നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ആദ്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 527/2024 കുറിച്ചാണ് നോക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 23,000 to 50,200 വരെയാണ്. ഓക്കെ, അതിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഡിസ്ട്രിക്ട് വൈസ് 14 ഡിസ്ട്രിക്ട്സിലോട്ടും പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം, 18 to 36 ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ പാസ് ആൻഡ് SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ 29/1/2025 ആണ് കേട്ടോ. അത് മറക്കരുത്, 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 576/2024, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓർ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ്, അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ. നമ്മളെല്ലാവരും പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് ജനറൽ പറയുന്നത്. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 39,300 to 83,000 ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ്, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. അപ്പോൾ ഇതിലും ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ആണ്. ബട്ട് ഇതിന്റെ ആ ഒരു പേപ്പേഴ്സിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു പേപ്പർ ഉള്ളൂ, 1 hour 15 minutes ആണ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ, സാധാരണ ഡിഗ്രി ലെവലിന്റെ ഇതിൽ തന്നെയുള്ളതായിരിക്കും. മെയിൻ എക്സാമിനേഷനിൽ 2 പേപ്പേഴ്സ് ആണുള്ളത്, 1 hour 30 minutes വെച്ചിട്ട്. ഓക്കെ, അതിന്റെ സിലബസും നമുക്ക് ഒന്ന് നോക്കണം. പേപ്പർ 1ന്റെ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിനൊക്കെ 7 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 7 മാർക്സ് വെച്ചിട്ടാണ്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്നുള്ള സംഭവത്തിന് 8 മാർക്സ്, സ്പോർട്സിന് 3, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 6. ഓക്കെ, അതിന് മാത്രമായിട്ട് സെപ്പറേറ്റ്, അപ്പം നല്ല മാർക്സ് ഉണ്ട്. ദെൻ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 15 മാർക്സ്, ഇംഗ്ലീഷ് മലയാളം 13 മാർക്സ് വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 100 മാർക്സിലാണ് എക്സാം ഇതാക്കുന്നത്. അപ്പോൾ മാത്സിന്റെ ഇതിനൊക്കെ 15 മാർക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ സിലബസ് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു ഇതിൽ നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് നമുക്കൊരു ടൈം ടേബിൾ ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഹിസ്റ്ററിയുടെ ഇത്രയൊക്കെയാണ്. അത് കേരള, ഇന്ത്യ, വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജിയോഗ്രഫി നമ്മുടെ സാധാരണ വേൾഡ്, ഇന്ത്യ, കേരള കാണുന്ന പോലെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്, വ്യത്യാസമൊന്നുമില്ല. എക്കണോമിയുടെ ആണെങ്കിലും ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ് നമ്മൾ സാധാരണ മുൻപത്തെ എക്സാമിലൊക്കെ കണ്ട അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ. മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പക്ഷേ കുറച്ച് വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഇതിൽ ആകെയുള്ളൊരു വ്യത്യാസം. ഇനി നമുക്ക് സെക്കൻഡ് പേപ്പർ ഉണ്ട്. സെക്കൻഡ് പേപ്പർ കണ്ടില്ലേ, അതും 100 മാർക്സിൻ്റെയാണ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 മാർക്ക്, അതായത് ജനറലൈസ് ചെയ്ത് രണ്ടിനും കൂടി ആകെ 20 മാർക്സ് ആണത്. ഓക്കെ, അതപ്പോൾ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളതിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തിന് 10 മാർക്സും മാനേജ്മെന്റ് എന്നുള്ളതിന് 10 മാർക്സും ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്നുള്ളതിൽ 12 മാർക്സ്. അതുപോലെ തന്നെ 8 മാർക്സാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്, അതിൽ കേരളയുടെ എക്കണോമി 15 മാർക്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് 15 മാർക്സ്. ദെൻ എൻവയറൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളതിൽ 10 മാർക്സ് ആണ്. മൊഡ്യൂൾ 7 കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ദെൻ 10 മാർക്സ് തന്നെയാണ് മൊഡ്യൂൾ 8 എന്നുള്ള ഡിസാസ്റ്റർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 മാർക്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുണ്ട് പഠിക്കാൻ. ഓക്കെ, നിസ്സാരമല്ല, സെക്കൻഡ് പേപ്പർ അത്യാവശ്യം നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് സിലബസ് പറഞ്ഞിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം നടക്കാൻ ഉള്ള ആ ഒരു ഏകദേശം അവർ പറഞ്ഞിട്ടുള്ളത് October 2025 October മാസങ്ങളിലായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതായത് കാറ്റഗറി നമ്പർ 576ന്റെ എക്സാം നടക്കാൻ പ്രിലിമിനറി നടക്കുന്നത് 2025 മെയ് ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിമിനറി നടക്കുക. പിന്നെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിട്ടുണ്ട്
ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു മാസങ്ങളിൽ തന്നെയായിരിക്കും ഇതിൻ്റെ നടക്കുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് അവർ ഏകദേശം ഒരു ഐഡിയയിൽ ഇട്ടിട്ടുള്ള ഡേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള നമുക്കൊരു ടൈം ടേബിളും അതിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്, നന്നായി പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.